നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ തൊടുമ്പോൾ ചിലരുടെ പോർട്ട്ഫോളിയോ 52 വീക്ക് ലോയിൽ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം വളരെ സിമ്പിളാണ്. നിഫ്റ്റി മുഴുവൻ മാർക്കറ്റിനെ റെപ്രസെന്റ് ചെയ്യില്ല. അത് വെറും 50 സ്റ്റോക്സ് മാത്രം. അതിൽ 5 മുതൽ 10 വരെ ഹെവിവെയ്റ്റ് കമ്പനികൾ ഇൻഡെക്സിനെ മുകളിലേക്ക് കൊണ്ടുപോകും. ബാങ്കിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ചില സെലക്ടഡ് ലാർജ് ക്യാപ്സ് ഇവ റാലി ചെയ്താൽ നിഫ്റ്റി ഹൈയിലെത്തും. പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത് മിഡ് ക്യാപ്സ്, സ്മോൾ ക്യാപ്സ്, ഇൻഡെക്സിൽ ഇല്ലാത്ത സ്റ്റോക്സ്, ഇപ്പോൾ മാർക്കറ്റ് ഇഗ്നോർ ചെയ്യുന്ന സെക്ടേഴ്സ്, ഇവ ഒന്നും നിഫ്റ്റിയോട് സിങ്കായി കയറാറില്ല. അതിനാലാണ് ഇൻഡെക്സ് ഹൈ, പോർട്ട്ഫോളിയോ ലോ. 2018 മുതൽ 2019 വരെ കാലത്തും ഇതേ പാറ്റേൺ കണ്ടിട്ടുണ്ട്. നിഫ്റ്റി സ്റ്റേബിൾ ആയിരുന്നു. പക്ഷേ 60 മുതൽ 70% വരെ സ്റ്റോക്സ് 30 മുതൽ 50% വരെ ഡൗൺ. ഇതിനെ മാർക്കറ്റിൽ നാരോ റാലി എന്നു പറയുന്നു. സെലക്ട് ചെയ്ത സ്റ്റോക്സ് മാത്രം ഇൻഡെക്സിനെ മുകളിലേക്ക് വലിക്കും. പോർട്ട്ഫോളിയോ ഡൗൺ ആണെങ്കിൽ ചെയ്യേണ്ടത് പാനിക് ആവണ്ട, റിവ്യൂ ചെയ്യൂ. കമ്പനി ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണെങ്കിൽ ഇതൊരു ടെമ്പററി ഫേസ് മാത്രം. പോർട്ട്ഫോളിയോനെ നിഫ്റ്റിയോട് കമ്പയർ ചെയ്യണ്ട. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഹോൾഡിംഗ്സ് ആണെങ്കിൽ അവയുടെ ഇൻഡെക്സിനോട് തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ബ്ലൈൻഡ് ആവറേജിംഗ് അവോയ്ഡ് ചെയ്യൂ. ബിസിനസ് ക്വാളിറ്റി ഓക്കെയാണെന്ന് ഉറപ്പുവന്നാൽ മാത്രം ആവറേജ് ചെയ്യൂ. 30 മുതൽ 40 വരെ സ്റ്റോക്സ് അവോയ്ഡ് ചെയ്യൂ. 8 മുതൽ 12 വരെ ക്വാളിറ്റി കമ്പനീസ് മതി. മാർക്കറ്റ് സൈക്കിൾസ് റൊട്ടേറ്റ് ചെയ്യും. ഹെവി വെയ്റ്റ്സ് ആദ്യം കയറും. മിഡ് ക്യാപ്സ്, സ്മോൾ ക്യാപ്സ് പിന്നീട് മൂവ് ചെയ്യും. നിങ്ങളുടെ ടേൺ വരും, പേഷ്യൻസ് മാത്രം വേണം. അതിനാൽ നിഫ്റ്റി ഹൈ, പോർട്ട്ഫോളിയോ ലോ എന്നു കണ്ടാൽ ടെൻഷൻ ആവണ്ട. ഇത് മാർക്കറ്റിന്റെ നോർമൽ ഫേസ് ആണ്. സൈക്കിൾ ടേൺ ആയാൽ നിങ്ങളുടെ സ്റ്റോക്സ്ക്കും ഷൈൻ ചെയ്യാനുള്ള സമയം വരും. കൂടുതൽ ലളിതമായ സ്റ്റോക്ക് മാർക്കറ്റ് വീഡിയോസിനായി R² ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ.